സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സഭയിലെ വിശുദ്ധ ജോവാക്യമിന്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈശോയുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്, അല്ലെങ്കിൽ അപ്പാപ്പനും അമ്മാമ്മയുമാണ് ഈ രണ്ട് വിശുദ്ധരായിട്ടുള്ള ദമ്പതികൾ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതാപിതാക്കളാണെങ്കിൽ അതുകൊണ്ട് തന്നെ സഭയില് ഇവരുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് നമ്മൾ ഗ്രാൻഡ് പേരൻസ് ഡേ എന്ന് പറയുന്ന ഒരു തിരുനാൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസം നമ്മൾ ആചരിക്കുകയും ആ ദിവസം നമ്മുടെ സമൂഹത്തിലെ അപ്പന്മാരെയും അമ്മാമ്മമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ദിവസത്തിന്റെ തിരുനാൾ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലെ ഗ്രാൻഡ് പേരൻസിന് സ്നേഹപൂർവ്വം ഇന്നത്തെ തിരുനാളിന്റെ ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ വായിച്ചു കേട്ടത് ഈ വിവാഹമോചനത്തെ കുറിച്ചൊക്കെയുള്ള ഒരു തർക്കമാണ്. അവിടെ ഈശോ ഒരു കൺക്ലൂഷൻ എന്നോണം പറയുകയാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. എന്തൊക്കെ കാരണങ്ങൾ വന്നാലും, എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഇന്ന് വിശുദ്ധ യോവാക്യമിന്റെയും അന്നയുടെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് വാർദ്ധക്യം വരെയും അവർ ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പരിശുദ്ധ കന്യാമറിയം ഇത്തിരി ലേറ്റ് ആയിട്ട് വന്നൊരു ചൈൽഡാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയാണ്. കാരണം ഇവരുടെ വാർദ്ധക്യത്തിലൊക്കെയാണ് ഇവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം വരെയും ഇവര് ദൈവത്തിന്റെ സന്നിധിയില് ഒരുമയോടെ വിശ്വസ്തയോടെ ജീവിച്ചു എന്ന് ഇവരുടെ ജീവിതം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദമ്പതികളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്കും പ്രാർത്ഥിക്കാം, യേശു ആഗ്രഹിക്കുന്ന പോലെ തന്നെ ദൈവം യോജിപ്പിച്ച വിവാഹ ബന്ധങ്ങള് മനുഷ്യനായിട്ട് വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വിവാഹിതരായിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.